കേരളത്തിലെ വടക്കു ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മണിമല നദിയിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 8 മണി കണക്കുകൾ പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 135.05 അടിയാണ്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകിയിട്ടുമുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാം. മാത്രമല്ല ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടുകൂടി ജലനിരപ്പ് 135 അടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാട്ടുകാരിൽ ഭീതി പരത്തിയിട്ടുമുണ്ട്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ 30 വരെ സംഭരിക്കാനാവുക. സെക്കൻഡിൽ 6100 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 135 അടിയിൽ താഴെയാണ് ജലനിരപ്പെന്നതിനാൽ തമിഴ്നാടിന് പരമാവധി 2000 ഘനയടി വരെ വെള്ളം വൈഗയിലേക്ക് കൊണ്ടുപോകാം. നിലവിൽ 1860 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വരുമ്പോൾ പോലും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു തന്നെ നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. 72 അടി പരമാവധി സംഭരണ ശേഷിയുള്ള വൈഗ അണക്കെട്ട് ഇന്ന് രാവിലെ തുറന്നിരിക്കുകയാണ്. സെക്കൻഡിൽ 3000 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. വെള്ളിയാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ വെള്ളം വൈഗയിലേക്ക് ഒഴുക്കി 136 അടിക്ക് താഴെ ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാട് ശ്രമിക്കും. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ രൂപപ്പെട്ട ഗർത്തവും ചൂരൽമലയിലെ അപകടാവസ്ഥ വിളിച്ചോതുന്നതാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടും മഴക്കാലം മുൻപെങ്ങും ഇല്ലാത്തവണ്ണം നോവുകാലം തന്നെയാണ് ഇപ്പോൾ. ഓരോ ദുരന്തവും വരുമ്പോൾ മാത്രം മുതലക്കണ്ണീരൊഴുക്കുന്ന നമ്മുടെ ഭരണകൂടം അടുത്ത വേനലിൽ എങ്കിലും മഴക്കാലത്തെ നേരിടാൻ സജ്ജമായിരുന്നുവെങ്കിൽ വളരെ നന്നായേനെ.